ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് അങ്ങനെ ആക്കണം. ഞങ്ങൾ നോക്കാം ബോണ്ടസ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ആവും, സൂപ്പർ ടേസ്റ്റ് ആവും. ഞങ്ങൾ ഇത് ചോറ് പൊടിച്ചോറും അയങ്ങും അല്ലെങ്കിൽ നെയ്ച്ചോറും പിന്നെ ചപ്പാത്തി പത്തറ് പൊറോട്ടത്തെ എല്ലാത്തിനും കൂട്ടുമ്പോഴത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ട് ആക്കി നോക്കണം, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയും ഷെയർ ആക്കുകയും മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കണം ഞങ്ങൾ നോക്കാം. അറിയുന്നുണ്ട് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കുകയും മറക്കണ്ട. അപ്പോൾ അതെന്താ ഇത്ര കൂന്തൽ ഒരു ബൗൾ കൂന്തലുണ്ട്. ഇതിൽ ഞാൻ കറക്റ്റ് തൂക്കി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കുന്ന മുന്നാൽ 1 kg മേലെ അത്ര എല്ലാം ഇക്കോ, 1 kg 2 ആരമേ ഇക്കോ. അപ്പോൾ അത് ചെന്താണ് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒരു ബൗളിലുണ്ട്, ഇത്ര വലിയ ബൗളിൽ ഒരു ബൗളുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഫസ്റ്റ് ഞാൻ ഒന്ന് ബേപ്പാട്ടിട്ട് എടുക്കണം. ഇത് കലക്കിയിട്ട് തെല്ല് നേരം ഞാൻ അരിപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതായത് തണ്ണി എല്ലാം അരിഞ്ഞിട്ട് പോകണം, തണ്ണിക്ക് തീരാ. അതിൽ പിന്നെ കുക്കറിൽ ഇട്ടിട്ട് തെല്ല് മഞ്ഞളുടെ പൊടി, അതേപോലെ തെല്ല് ഉപ്പുര പൊടി, ഞങ്ങൾ ടേസ്റ്റിക്ക് വേണ്ടി എത്ര ഉപ്പ് ഇട്ടിട്ട് ഞങ്ങൾ തണ്ണി എന്ത് ബീത്തണ്ട ചന്ത മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് 2 വിസിൽ മാത്രം എടുത്തെങ്കിൽ മതിയാവും. അപ്പോൾ ഇതോടെ ഇട്ടിട്ട് അപ്പോൾ 2 വിസിൽ പോയാൽ പിന്നെ ഓഫാക്കി വെച്ചെങ്കിൽ അതിലെ തണ്ണി പൊട്ടുമോ, എക്സ്ട്രാ തണ്ണി എന്ത് ബീത്തണ്ട. അത് വെന്തിൽ പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലാവും. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ അതേ ബീത്തറും അതിലിങ്ങനെ റോസ്റ്റ് എല്ലാം ആക്കുമ്പോൾ കറിയെല്ലാം ആക്കുമ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഓയിൽ ബീത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തെല്ല് വെല്ലുള്ളി ഒരു 4-5 അരി വെല്ലുള്ളി ഞാൻ എടുത്തേ. അത് ചെറിയ അരി വെല്ലുള്ളി തേങ്ങ തെല്ലിയാറ് എടുക്കും. പിന്നെ ഒരു പീസ് ഇഞ്ചി ഇതുപോലെ ഞാൻ ഇങ്ങനെ ഉദ്ദത്തിൽ കട്ടാക്കിയിട്ട് എടുത്തത്. ഇങ്ങനെ ജസ്റ്റ് കുത്തിയിട്ട് എടുക്കണമെങ്കിൽ അതും ആവും, ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് ഇങ്ങനെ കട്ടാക്കി ഉദ്ദത്തിൽ കട്ടാക്കി എടുക്കണമെങ്കിൽ അതും ആവും. അപ്പോൾ ഇതൊന്ന് കായട്ടെ, നല്ല എണ്ണയിൽ നല്ല ഒന്ന് കായണിത്. നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് പണ്ടല്ലേ, നല്ല കാഞ്ഞിട്ട് പണ്ടല്ലേ. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് നീരുള്ളിട്ട് കൊടുത്ത് കഴിത്ത്. അപ്പോൾ ഇഞ്ചും വെല്ലുള്ളി നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഞാനിവിടെ ഒരു 3 നീരുള്ളി കട്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതാ സാധാരണ വലിയത് ചുമ ചെറിയതും അല്ല ചുമ വലിയതും അല്ല. നിങ്ങൾക്ക് കണ്ടല്ലോ ഇത്ര നീരുള്ളി ഉണ്ടോ, അതിലൊട്ടിക്ക് തെളിപ്പി ചൊപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നീരുള്ളി അതേപോലെ നല്ല കായണം ഒന്ന്, നീരുള്ളി നല്ല കാഞ്ഞിട്ട് നല്ല ചുവപ്പ് കളറായിട്ട് വണ്ടല്ലേ അതുപോലെ ആയിട്ട് വരണം. നീരുള്ളി നല്ല കായണോ. അപ്പോൾ നീരുള്ളി ഇതാ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇതുപോലെ ചുവപ്പ് കളറായിട്ട് വണ്ടല്ലേ ഇതുപോലെ ആയിട്ട് വന്നിട്ടല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ തീത്തിരി ശരിയാക്കി വയ്ക്കും ഈ ടൈമിൽ. എന്നിട്ട് ഞങ്ങൾ ഇതിൽ മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, ഞങ്ങൾ ഫസ്റ്റ് തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ട. അപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി മതിയാവും. അതിൽ പിന്നെ 2 ടീസ്പൂൺ കൊത്തമ്പരി പൊടി, ചെറിയ സ്പൂണിലും അത് ഫുള്ളായിട്ട് ഇട്ടെങ്കിൽ 2 സ്പൂണ് ചെറിയ സ്പൂണിലും. അതുപോലെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതും അങ്ങനെ ചെറിയ സ്പൂണിൽ. നിങ്ങൾ സാധാ മുളക് പൊടി ഇട്ടെങ്കിൽ ഇത്ര ഇടണ്ട, ഇത് ജാസ്തി ആവും. നിങ്ങൾ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ അത് ഫുള്ളായിട്ട് ഇട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബഡ്സപ്പ് പൊടി, പച്ച ബഡ്സപ്പ് പൊടിച്ചത്. അതേപോലെ ഒരു 1/2 to 3/4 ടീസ്പൂൺ ഇത്ര ഗരം മസാല, 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി. അപ്പം നല്ല മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾ കാരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഇട്ടത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാരം ഇട്ടിക്കത്. ഇത് മുളക് പൊടിയെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള മസാല പൗഡർ. അപ്പോൾ ഇതാ മസാല പൗഡർ ഇട്ടതിൽ പിന്നെ ചന്ത നല്ല ഒന്ന് തെല്ലിനേരം ചന്ത അടിമേലാക്കണം, അത് മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾ മസാല പൗഡർ ഇട്ട് പച്ച സ്മെല്ലെല്ലാം പച്ചമണ്ണെല്ലാം അതെല്ലാം ഒന്ന് പോകണം. തെല്ലിനേരം നല്ല അടിമേലാക്കിയാൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ടൊമാറ്റോ കട്ടാക്കിയിടും. ഞാനിപ്പോൾ ഒരു 2 ടൊമാറ്റോ കൂടെ കട്ടാക്കി വെച്ചാൽ അതും ഇട്ട് കൊടുക്കുക. സാധാരണ വലിയ 2 ടൊമാറ്റോ, ഒരു മീഡിയം സൈസിൽ 2 ടൊമാറ്റോ, ചെറുതുണ്ടെങ്കിൽ തെല്ലിയാറിടോ. അപ്പോൾ ടൊമാറ്റോ എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി ഞങ്ങൾ ഇതിക്ക് ഇപ്പോൾ വേപ്പട്ടി വെച്ച കൂന്തലുണ്ടല്ലേ, ബോണ്ടസ് ഉണ്ടല്ലേ, അതും ഇതിക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിക്ക് ഞങ്ങൾക്ക് കൂന്തൽ തന്നി നിങ്ങൾക്ക് കണ്ടല്ലേ, തന്നി നല്ല തന്നി പൊട്ടുന്നത്. അപ്പോൾ തന്നിയും പിന്നെ കൂന്തൽ ഒട്ടിക്ക് ബിത്തിയും കഴിത്ത്. തന്നെ എടുക്കണ്ട, അതൊക്കെ ബിത്തണോ, ഇല്ലെങ്കിൽ തന്നെ എടുക്കണമെങ്കിൽ ടേസ്റ്റുള്ള തണ്ണിയിലേ പോണ്ടോ. അപ്പോൾ ഇതിക്ക് ബിത്തിയും കഴിത്ത് ഇതുപോലെ ബിത്തിട്ട് ഇനിയിപ്പോൾ ചന്ത മിക്സ് ആക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കും. എനിക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്ന ഭാഗം എനിക്ക് കട്ടായിട്ട് വീഡിയോ അത് ക്യാമറ ഓഫ് ആയിട്ട് ആ ടൈമിൽ ഉപ്പിടുമ്പോഴത്തേക്ക്. അപ്പോൾ ടേസ്റ്റ് നോക്കി ഞങ്ങൾ ഫസ്റ്റ് ഉപ്പിട്ടാൽ അത് നോക്കിയൊന്നു ഉപ്പിടണം. ബേനെ എത്ര ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നല്ല പയപ്പായിടണം. ഒരു 5 മിനിറ്റെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പായ്ക്കിട്ടത്. അപ്പോൾ ഇതുപോലെ പായച്ചിട്ട് വന്നതിൽ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ തന്നി കണ്ടില്ലേ, ഈ തന്നെല്ലാം ഇതിലൊന്നും ബത്തിയിട്ട് പറഞ്ഞു. ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ വേഗ ചന്ത ആറിയിട്ട് വണ്ടത് നല്ല ബത്തിയിട്ട് തെല്ല് ഡ്രൈ പോലെ റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇടയിലെല്ലാം നോക്കിയല്ലോ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇടയിലെ അടിപൊളിയാക്കി ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കുമല്ലോ ചാൻസിക്ക്. അപ്പോൾ ഇതുപോലെ ഇനി ഓപ്പണിൽ വെച്ചിട്ട് തെല്ല് നേരം നല്ല ഒന്ന് ബത്ത് വാട്ടിയിട്ട് എടുത്തെങ്കിൽ നല്ല ഡ്രൈ റോസ്റ്റ് പോലെ ആയിട്ട് പറഞ്ഞു.
അപ്പോൾ ഇത് നല്ല പയച്ചിട്ട് മൂടി വയ്ക്കണ്ട, പയച്ചിട്ട് നല്ല ആറിയിട്ട് വരട്ടെ. മൂടി ഓപ്പണിൽ വെച്ചെങ്കിട്ട് ഇതെല്ലാം നശിച്ച പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കരുത്. അപ്പോൾ ഇതിക്ക് മുന്നിൽ ഞാനൊരു കൂന്തലിൻ്റെ ബർപ്പ് ഒരു വീഡിയോ ഇട്ടിടുന്നേ, ഇത് ബോണ്ടസ് ബർപ്പും പിന്നെ പത്തറ്, അതും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൽ ലിങ്ക് വേണ്ടിയിട്ടാണ് എനിക്ക് കീഴിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ ആക്കിയിട്ട് ബേക്കറേ വേണുണ്ടായെങ്കിൽ നോക്കറു. അപ്പോൾ ഇതോടെ ഇതുപോലെ ആയിട്ട് വന്നത് ഇങ്ങനെ ആയിട്ട് പറഞ്ഞു തന്നെയെല്ലാം ആറിയിട്ട് ഇത്ര എങ്ങ് മേയോ ഇതിനെക്കാട്ടി ഇനി ഡ്രൈ ആവടുത്ത് വേണ്ട, ഇനി ഇതാവടുത്ത് വേണ്ട, ഈ ഒരു അന്തജിൽ മേയോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓഫാക്കാം. ഞങ്ങൾ സാധാ ചോറ് കായെങ്കിൽ നെയ്ച്ചോറ് കായെങ്കിൽ എല്ലാത്തും പത്തറ് കായെങ്കിൽ എല്ലാത്തും ഇതുപോലെ എങ്ങ് മേയോ. ഇതിനെക്കാട്ടി ഇനി ഡ്രൈ ആവടുത്ത് വേണ്ട. ലാസ്റ്റത്തിൽ കൊത്തമ്പരി ചുപ്പ് ഇട്ട് കൊടുക്കുക. അതിൽ മേൽക്കുറിച്ച് 2-3 പച്ചമുളകും കട്ടാക്കിയിട്ട് ഇടണം. ഞാനിപ്പോൾ പച്ചമുളക് കട്ടാക്കി വെച്ചേ ലാസ്റ്റിലേക്ക് ഇട്ടിട്ടാണ്. ലാസ്റ്റ് ഞങ്ങൾ സെർവ് ആക്കുമ്പോൾ ഒരു ഹാഫ് ലിംബ് ഇതൊക്കൊന്ന് പുളിയണം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബോണ്ടസ് റോസ്റ്റോടെ റെഡി ചെയ്ത് സൂപ്പർ ടേസ്റ്റ് ആവും. പിന്നെ നിങ്ങൾ ആക്കിയത് നോക്കിയാറല്ലേ ചുമ സ്വറയൊന്നുമില്ല, നിങ്ങൾക്ക് വേഗം നിങ്ങൾ ആക്കിയെടുക്കുക, ഈസി ആയിട്ട് ആക്കിയെടുക്കുക. നിങ്ങൾ കാണുമ്പോൾ കൊണ്ടാവും നല്ല ടേസ്റ്റ് ആവും, സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബോണ്ടസ് റോസ്റ്റോടെ റെഡി ചെയ്ത് ലാസ്റ്റ് ഒരു ഹാഫ് ലിംബൻ വെച്ചെന്ന പോലെ മേൽക്കൊന്ന് പുലിയൊരു പച്ചമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ നിങ്ങൾ എന്തായാലും ആക്കി നോക്കറു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ബേരിക്കില്ല, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറു, കമൻറ്റ് ആക്കറു. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കറു. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേവില് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കറു. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.